ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം വരും. വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് എത്തുന്നതാണ് അപ്രതീക്ഷിതമായ പ്രഖ്യാപനം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലും വടകരയിൽ ഷാഫി പറമ്പിലും ജനവിധി തേടും. കോഴിക്കോട് നിന്ന് കെ മുരളീധരന്റെ വീടിന് മുന്നിൽ നിന്ന് മുഹമ്മദ് ഷഹീദ്, ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, തൃശ്ശൂരിൽ നിന്ന് ആദിത്യ ഓമനക്കുട്ടനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഡൽഹിയിലേക്കാണ്, അനൂപിലേക്കാണ്. അനൂപ്, 11 മണിക്ക് ആ ലിസ്റ്റ് പുറത്തു വരും എന്ന് വിചാരിച്ചിരുന്നതാണ്. എന്താണ് വൈകുന്നത്? അവസാനവട്ട ചില ആലോചനകൾ കർണാടകയിലെയും ഒപ്പം തന്നെ മറ്റ് ചില ഇടങ്ങളിലെയും തെലങ്കാനയിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചെങ്കിലും സ്ഥാനാർത്ഥി മോഹികളായ ചിലരെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു സമയം വേണമെന്ന ഒരു കാര്യം AICCയിലെ ചില പ്രധാനപ്പെട്ട ആളുകൾ രാവിലെ പറഞ്ഞിരുന്നു. അതിനുള്ള ഒരു വൈകൽ മാത്രമാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് യാതൊരു ആശയക്കുഴപ്പവും നിലനിൽക്കുന്നില്ല. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിൽ ചില സംശയങ്ങളുണ്ട് എന്ന വിവരം രാവിലെ വന്നുവെങ്കിലും അങ്ങനെയല്ല, കെ.സി. തന്നെ എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കെ.സി. വേണുഗോപാലിന്റെ വീട്ടിന് മുന്നിലാണുള്ളത്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ കഴിഞ്ഞുവെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ചില കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കെ.സി. വേണുഗോപാൽ, ഒപ്പം തന്നെ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുണ്ട്. കെ. ജയന്തും ഒപ്പം തന്നെ N. സുബ്രഹ്മണ്യനും ഇവിടെ ഉണ്ട്. ഉള്ളിൽ ചില ആലോചനകൾ നടക്കുന്നു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള പേരുകളിൽ നിന്ന് യാതൊരു മാറ്റത്തിനും സാധ്യതയില്ല. കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയക്കുഴപ്പം കൊണ്ടുമല്ല പട്ടിക വൈകുന്നത്. അല്പസമയത്തിനകം, അതായത് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിക്കും. അതിൽ നമ്മൾ ഈ പറഞ്ഞ പേരുകൾ, വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകും, പാലക്കാട് MLA ആയ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തും, കെ.സി. വേണുഗോപാൽ മത്സരിക്കും, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കും. വയനാട്ടിൽ നിന്ന് തന്നെ മറ്റു മാറ്റങ്ങൾക്കൊന്നും പട്ടികയിൽ സാധ്യതയില്ല. ശരി, എന്തായാലും ഉടൻ തന്നെ പട്ടിക പുറത്തു വരും. ലിസ്റ്റ് വാർത്താ സമ്മേളനം ആയിരിക്കില്ല, ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയായിരിക്കും. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി നമ്മൾ കോഴിക്കോടേക്കാണ്. അവിടെ നിന്ന് മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, കെ മുരളീധരൻ അവസാനം നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പുറത്തേക്ക് പോയിരുന്നു. അദ്ദേഹം തിരികെ എത്തിയോ? മുരളീധരൻ ഇപ്പോൾ തിരികെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിലാണ് ഞാനുള്ളത്. അല്പസമയം മുമ്പാണ് മുരളീധരൻ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം നേരെ പോയത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ വേണ്ടിയാണ്. കാരന്തൂരിൽ മർക്കസിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അവിടെ വെച്ച് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. നമ്മൾ മനസ്സിലാക്കിയതിടത്തോളം ഇന്നലെ രാത്രിയാണ് ഈ കാന്തപുരവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുരളീധരൻ അപ്പോയിൻമെൻ്റ് എടുത്തു, അല്ലെങ്കിൽ അത്തരമൊരു ധാരണ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. മനസ്സിലാക്കിയിടത്തോളം തൃശ്ശൂർ മണ്ഡലത്തിൽ നിലവിലുള്ള MP TN പ്രതാപന് കാന്തപുരം വിഭാഗവുമായി വലിയ അടുത്ത ബന്ധമുണ്ട്. അവരുടെ വേദികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ്. ഈ ചാവക്കാട്, ഗുരുവായൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാന്തപുരത്തിൻ്റെ പ്രവർത്തകർക്ക് സ്വാധീനമുണ്ട്. ഒരുപക്ഷെ അത്തരം ഒരു സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും അദ്ദേഹത്തിന് കൂടിക്കാഴ്ച നടത്തിയത്. ഏതായാലും അതിനുവേണ്ടി അദ്ദേഹം പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടില്ല. പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ വടകരയിൽ നിന്നും പെട്ടെന്നുണ്ടായിരിക്കുന്ന ഈ മാറ്റം, ഒരു അവിചാരിതമായ ഈ ഒരു നീക്കം അദ്ദേഹത്തിന് ആദ്യത്തിൽ അംഗീകരിക്കാൻ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം വടകരയിൽ അദ്ദേഹം പ്രാഥമികമായ പ്രചരണവും അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുമായൊക്കെ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ മണ്ഡലം കൺവെൻഷൻ അടുത്ത ദിവസം 10-ാം തീയതി നടക്കാനിരിക്കുകയാണ്. പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഗ്രൗണ്ടിലൊക്കെ പ്രവർത്തകർ ഇറങ്ങിക്കഴിഞ്ഞ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പിന്മാറ്റം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പാർട്ടി നേതൃത്വവും അദ്ദേഹം ഇതുവരെ പുറത്തിറങ്ങുന്നത് വരെ വീട്ടിനകത്ത് ഫോണിലൂടെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ വളരെ സന്നിഗ്ധമായൊരു ഘട്ടത്തിൽ തൃശ്ശൂരിൽ അഭിമാന പോരാട്ടത്തിന് ഇറങ്ങാൻ വേണ്ടിയുള്ള പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം അദ്ദേഹം അംഗീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അത് സൂചിപ്പിക്കുക കൂടി ചെയ്തു. പാർട്ടി നേതൃത്വം പ്രഖ്യാപിക്കും, അതിനനുസരിച്ച് ഞാൻ നീങ്ങും, മത്സരത്തിന് ഇറങ്ങും എന്നുള്ളൊരു പ്രഖ്യാപനം. അദ്ദേഹം ഒരു സമരസപ്പെടുന്ന, നേതൃത്വത്തിൻ്റെ ഈ തീരുമാനത്തോട് സമരസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതും പറഞ്ഞാണ് അദ്ദേഹം പുറത്തേക്ക് പോയിട്ടുള്ളത്. കൂടുതലൊന്നും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. വാഹനത്തിലിരുന്നാണ് മാധ്യമങ്ങളോട് ഈ പരിമിതമായ ഈ പ്രതികരണമെങ്കിലും നടത്തിയിട്ടുള്ളത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരിക. അതിനുശേഷം തന്നെയായിരിക്കും തൻ്റെ തൃശ്ശൂരിലുള്ള സ്ഥാനാർത്ഥിത്വം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്യുക. ശരി, എന്തായാലും ഈ ഔദ്യോഗികമായി ആ ഒരു അറിയിപ്പ് വന്നതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നാണ് കെ മുരളീധരൻ അറിയിച്ചിട്ടുള്ളത്. ഇനി തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ ഇത്തവണ തീ പാറുമെന്ന് ഉറപ്പാണ്. അത് അത്രയും വലിയൊരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദിത്യൻ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിത്യൻ, നോക്കൂ, ഇന്നലെ ഒരാളുടെ പേരിൽ ചുമരെഴുത്ത്, ഇന്ന് മറ്റൊരാളുടെ പേരിൽ അതേ വ്യക്തി TN പ്രതാപൻ തന്നെ ചുമരെഴുത്തുന്ന മനോഹരമായ, അല്ലെങ്കിൽ കൗതുകമുള്ള കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂർ ഇങ്ങെടുക്കും എന്ന് സുരേഷ് ഗോപിക്ക് ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷേ കെ മുരളീധരൻ വരുന്നതോടുകൂടി കളം മാറുകയാണോ, ചിത്രം മാറുകയാണോ?
ആര്യ തൃശ്ശൂർ ആരെടുക്കുമെന്ന സസ്പെൻസിലാണ് ഇപ്പോൾ തൃശ്ശൂരുള്ള എല്ലാവരും ഉള്ളത്, വോട്ടർമാരുള്ളത്. കാരണം വലിയൊരു പൊളിറ്റിക്കൽ ഗെയിമിന് കേരളത്തിലെ സമീപകാല രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഗെയിമിങ്ങിന് തൃശ്ശൂർ വേദിയാവുകയാണ്. തൃശ്ശൂർ അതിനുള്ള കളമൊരുക്കുകയാണ്. വലിയ രാഷ്ട്രീയ ചതുരംഗ കളികളാണ് ഇനി തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. സാക്ഷാൽ ലീഡറുടെ പടക്കളത്തിൽ, ലീഡറുടെ പാളയത്തിൽ, ലീഡറുടെ മകൾ പാർട്ടി മാറുമ്പോൾ ലീഡറുടെ പുത്രൻ തന്നെ തൃശ്ശൂരിൽ എത്തുകയാണ്. അത് മറ്റൊരു ചരിത്രമായി ഒരു ഏടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിലവിൽ ഒരു സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് മുന്നേ പാർട്ടിക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്നു. അതായത് ഇന്നലെ ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് ടി.എൻ. പ്രതാപനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ്. അതേ ടി.എൻ. പ്രതാപൻ തന്നെ ഇന്ന് മുരളീധരനെ സ്വീകരിക്കാനായി നിൽക്കുന്നു, മുരളീധരനായി ചുവരെഴുതുന്നു എന്നുള്ള ഒരു കാര്യവും ഒരു കൗതുകവും കൂടി സംഭവിക്കുകയാണ്. അതിനേക്കാൾ വലിയൊരു ചരിത്രപരമായ ഒരു കൗതുകമെന്ന് പറയുന്നത് ഈ കരുണാകരൻ കുടുംബത്തിലെ കരുണാകരൻ, മുരളീധരൻ, അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ, ഈ 3 പേരും ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥികളായി വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വരികയും അവരുടെ ചുവരുകൾ എഴുതുകയും, അതായത് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അഭിയോഗങ്ങൾ ഉണ്ടാവുകയും അവരുടെ പേരുകൾ ഉയർന്നു വരികയും അവരുടെ പേരിൽ ചുവരുകൾ എഴുതുകയും അത് മായ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 3 പേരുടെയും അതേ ലിസ്റ്റിൽ ടി.എൻ. പ്രതാപൻ്റെ പേര് ഉൾപ്പെടുകയാണ്. അതുപോലെ തന്നെ തൻ്റെ പേര് മായ്ച്ച തൃശ്ശൂരിൽ മുരളീധരൻ്റെ പേര് ഒരിക്കൽ കൂടി എഴുതി ചേർക്കപ്പെടുകയാണ്. അതായത് ഒരച്ഛൻ്റെ 2 മക്കൾ, അതിൽ BJP എന്ന ഒരു പാർട്ടിയിലേക്ക്, എതിരാളികളായ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ എതിർത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് മകൾ പോകുന്നു. മകൻ ആ ഒരു പേര് തിരിച്ചെടുക്കാൻ, അതായത് അച്ഛൻ്റെ പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അച്ഛൻ്റെ മകൾ പാർട്ടി ലെഗസി അത് ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ഇത്തവണ.